വടകരയിലെ വിജയത്തിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് ഷാഫി പറമ്പിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വടകരയിലെ വിജയത്തിന് ശേഷം പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് ഷാഫി പറമ്പിൽ. വടകരയിൽ തനിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് UDF നേടിയ വിജയമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. വടകരയുടെ രാഷ്ട്രീയ വിജയമായിരുന്നു ചൊവ്വാഴ്ച കണ്ടത്. വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. വടകരയിൽ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ നോക്കിയെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും, സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും പറഞ്ഞു. പാലക്കാട്ടുകാരൻ തന്നെയാകുമോ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥി മലയാളിയായിരിക്കുമെന്നായിരുന്നു മറുപടി പറഞ്ഞത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഷാഫി വിജയത്തിന് ശേഷവും ആദ്യം എത്തിയത് അവിടേക്ക് തന്നെയായിരുന്നു. തന്നെ ഉമ്മൻചാണ്ടി സാറുമായി താരതമ്യം ചെയ്യുന്നത് തന്നെ വിവരക്കേടാണ്. അതുപോലൊരാൾ ഇനിയുണ്ടാകില്ല. അതുപോലെയാകാൻ ആർക്കും പറ്റുകയില്ല. ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചയാളാണ് ഉമ്മൻചാണ്ടി സാർ. രാജ്യത്തെന്നല്ല, ലോകത്തു തന്നെ ഇത്രത്തോളം ജനങ്ങളുമായി ഇടപഴകിയ ഒരു നേതാവില്ല. അവിടെ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം നോക്കി നടക്കാൻ ആഗ്രഹിക്കുന്ന അനേകം നേതാക്കളിൽ ഒരാളാണ് ഞാൻ. കോളേജിൽ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി സാറിനെ പരിചയപ്പെടുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ആ വഴിയിലൂടെ നടക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറയുകയുണ്ടായി.